26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളവുമായുള്ള അതിർത്തി അടച്ചുപൂട്ടുന്നു തമിഴ്നാട്. അതെ, ഇനി മുതൽ അത്ര സുലഭമായി കാര്യങ്ങൾ അയൽ സംസ്ഥാനത്ത് നിന്നും കിട്ടില്ല. കേരളത്തിൽ പല പണികളും നടക്കണമെങ്കിൽ ഇനി വഴി വേറെ നോക്കേണ്ടി വരും. അതിർത്തി കടന്നുപോകാൻ വണ്ടികൾ തമിഴ്നാട് അതിർത്തിയിൽ നിരന്നു കിടക്കുന്ന കാഴ്ചകളാകും ഇനി കാണാൻ പോകുന്നത്. ഒപ്പം വൻ വിലക്കയറ്റത്തിനും സാധ്യത. കേരളത്തിലെ നിർമ്മാണ മേഖലയെ പിടിച്ചുകുലുക്കുന്ന ഒരു തീരുമാനവുമായി തമിഴ്നാട് സർക്കാർ രംഗത്ത്. കരിങ്കല്ല്, എംസാൻഡ്, മെറ്റൽ, ജെല്ലി എന്നിവ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി അസാധാരണമായ ഒരു ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ജൂലൈ 9 തമിഴ്നാട് പ്രകൃതി വിഭവ വകുപ്പ് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിലൂടെയാണ് ഈ മാറ്റമുണ്ടായിരിക്കുന്നത്. 2011 ഖനന നിയമങ്ങളിൽ പുതിയ റൂൾ 3A കൂട്ടിച്ചേർത്താണ് ജിയോളജി ഡയറക്ടർക്ക് അന്തർ സംസ്ഥാന ഗതാഗതം നിയന്ത്രിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. കരിങ്കല്ല്, ഖണ്ഡകൾ, ബോൾഡറുകൾ എന്നിവയ്ക്കൊപ്പം എംസാൻഡ്, മെറ്റൽ ജെല്ലി, ബാലസ്റ്റ്, കെട്ടിട റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുകൾ എന്നിവയൊക്കെ തന്നെ ഈ നിയന്ത്രണത്തിന്റെ പരിധിയിൽ വരും. തമിഴ്നാടിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ക്ഷാമം നേരിടുമെന്ന് തോന്നിയാൽ ജിയോളജി ഡയറക്ടർക്ക് കയറ്റുമതി താൽക്കാലികമായി തടയാം. ഏറ്റവും ആശങ്കാജനകമായ കാര്യം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനവും ദേശീയപാത വികസന പദ്ധതികളും ഈ തീരുമാനത്തിന്റെ ആഘാതത്തിൽ പ്രതിസന്ധിയിലാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കേരളം ഇത് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. തെക്കൻ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെ പൂർണ്ണമായി ആശ്രയിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ സ്വന്തം കോറികളിൽ ഭൂരിഭാഗവും പൂട്ടിപ്പോയതോടെയാണ് സംസ്ഥാനം തമിഴ്നാടിനെ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങിയത്. വൻകിട റോഡ് വികസനങ്ങൾ മുതൽ സാധാരണക്കാരൻ്റെ വീട് പണി വരെ ഈ ലോറികളെ മാത്രം വിശ്വസിച്ചാണ് നടക്കുന്നത്. വരവ് നിലച്ചാൽ വിപണിയിൽ വൻ വിലക്കയറ്റത്തിനും കരാറുകാരും തൊഴിലാളികളും ഒരുപോലെ പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ടെന്ന് INTC നേതാവ് ഷഹനാസ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം തമിഴ്നാട്ടിലെ എംസാൻഡ് വിപണി തന്നെ 2026 12,000 കോടി രൂപയിലെത്തുമെന്നാണ് വ്യവസായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നദീമണൽ ഖനനത്തിന് പൂർണ്ണ വിലക്കുള്ളതുകൊണ്ട് തന്നെ എംസാൻഡിനുള്ള ആഭ്യന്തര ആവശ്യകത തന്നെ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. അനധികൃത ഖനനവും മാഫിയ പ്രവർത്തനവും തടയാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വിശദീകരണം. ഈ വിഷയത്തിൽ ഇനി കേരള സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.